മൂന്നാറിലെ മലമടക്കുകളിൽ നിന്നൊരു വാർത്ത വരുന്നു. അവിടെ വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായി. കുറ്റിയാർ വാലിയിൽ 2 പശുക്കളെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്ന് വാർത്ത വരുന്നുണ്ട്. വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു. രാഹുൽ വിജയൻ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. രാഹുൽ വിജയൻ, ഇന്ന് രാവിലെ മുതൽ വരുന്ന വാർത്തകളെല്ലാം വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന്റെ കഥകൾ തന്നെയാണ്. ഏറ്റവും മൂന്നാറിൽ എന്താ സംഭവിച്ചത്? SKN കുറ്റ്യാർവാലി എസ്റ്റേറ്റിൽ മേയാൻ വിട്ടിരുന്ന 2 പശുക്കളെയാണ് കടുവ ആക്രമിച്ച് കൊന്നിരിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ പശുക്കൾ ചത്തിരിക്കുന്ന രീതി, പശുക്കൾ കേട്ടിരിക്കുന്ന ആക്രമണത്തിന്റെ സ്വഭാവം ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടാണ് ഇത് കടുവ തന്നെയാണെന്ന് നാട്ടുകാർ ഉറപ്പിച്ചു പറയുന്നത്. മാത്രമല്ല, ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം നേരത്തെ വനംവകുപ്പ് തന്നെ സ്ഥിരീകരിച്ചിരുന്നതാണ്. എന്തായാലും വലിയ വന്യമൃഗ ശല്യം ഈ പ്രദേശത്തുണ്ട്. കുറ്റ്യാർവാലിയിൽ കടുവ മാത്രമല്ല, കാട്ടാനയുടെയും ശല്യം അതിരൂക്ഷമായി തുടരുകയാണ്. ഇപ്പോൾ 2 പശുക്കൾ കൂടി ചത്തിരിക്കുന്ന സാഹചര്യത്തിൽ വനംവകുപ്പിന്റെ ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കൂട് ഉൾപ്പെടെ സ്ഥാപിക്കണം എന്നുള്ള ആവശ്യം കൂടി നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 2 വർഷത്തിനിടെ 200-ലധികം പശുക്കളെ ഈ പ്രദേശത്ത് മൂന്നാർ മേഖലയിൽ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. അത് വനംവകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്കുൾപ്പെടെ നഷ്ടപരിഹാരം കിട്ടുന്ന കാര്യത്തിൽ പോലും വലിയ കാലതാമസം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള പരാതി നിലനിൽക്കുമ്പോഴാണ് വീണ്ടും കടുവയുടെ ആക്രമണത്തിൽ ഈ വളർത്തു മൃഗങ്ങൾ, പശുക്കൾ ഉൾപ്പെടെ ചാകുന്നതെന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യമായി നാട്ടുകാർ പറയുന്നത്.